കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ഹായ്, ആദിലയാണ്. ആണോ? ഞാനിപ്പോ മെഡിക്കൽ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞത് എനിക്കറിയാം. ഫ്ലാഷ് ബാക്ക്. അക്ബറും ആദിലയും നൂറയും ഒരുമിച്ച് കട്ട് ചെയ്യുക. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. നീ ബാക്കിയുള്ള കാര്യങ്ങള് പുറത്തു വന്നിട്ട് സംസാരിച്ച് കൊളാക്കല്ലോ. ഞാൻ പോകുന്നു. ബൈ ബൈ. ചെറുതായിട്ട് ഓർമ്മപ്പെടുത്തി. ഞാൻ ഇൻസ്റ്റയൊക്കെ ഒത്തിരി ചെയ്യുമ്പോൾ കുറെ പിന്നെ DM ഒക്കെ കണ്ടു. അതുപോലെ തന്നെ ആ പോസ്റ്റും കാര്യങ്ങളും എഡിറ്റ്സ് ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കാൻ കേട്ടോ. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. അനുമോൾ എന്ന് പറഞ്ഞ ആള് ഡ്രാമയുടെ ആശാത്തിയാണ്. നിനക്കും അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. കാരണം ഏതൊരു സിറ്റുവേഷൻ വന്നാലും അവിടെ പ്രേക്ഷകർക്ക് എന്ത് പിടിക്കും, പ്രേക്ഷകർക്ക് എന്ത് പിടിക്കില്ല എന്ന് നോക്കിയിട്ട് കറക്റ്റ് അവിടെ ഒരു റെസ്പോൺസ് കൊടുത്ത് ഒരു പക്ക ഒരു ആർട്ടിസ്റ്റ്. ഈ ആക്സെപ്റ്റൻസും ഈ സ്നേഹവും എന്താ പറയാ, ഈ സപ്പോർട്ടൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ബട്ട് കിട്ടി നിങ്ങളുടെ അടുത്തുനിന്ന്. ഐ എം സോ ഗ്ലാഡ്, ഐ എം സോ ഹാപ്പി. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നൂറ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ അവർക്ക് ഫൈനൽ 5 പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനൊന്നും ഇല്ലേ? അപ്പൊ എനിക്കും അറിയാം, നിങ്ങൾക്കും ആഗ്രഹമുണ്ട് ഞങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരാളെങ്കിലും ഫൈനൽ 5 എത്തണമെന്ന്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. കാരണം 5 പേരെ പോകത്തുള്ളൂ. ഇനി 6 പേര് ഹൗസിൽ ബാക്കിയുണ്ട്. സോ ആരും ടൈം വേസ്റ്റ് ചെയ്യാതെ വേഗം വോട്ട് ചെയ്യാം. നോക്കിയിരുന്നോ, ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ. നമുക്കപ്പോ എന്ന് പറഞ്ഞാൽ ഫൈനൽ 5 1 ഓഫ് ദി 5 മെമ്പേഴ്സ് ആയിട്ട് നമുക്ക് കാണണ്ടേ. വേണ്ട, കണ്ടാത്തോണ്ട. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.